ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു ഐസ്ക്രീമാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ ചക്കക്കുരു ഐസ്ക്രീം ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 20 ചക്കക്കുരു വേവിച്ചതാണ്. ഇതുപോലെ നന്നായിട്ട് വേവിക്കണം കേട്ടോ. കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ ഇതേപോലെ സ്മാഷായിട്ട് വരുന്ന പോലെ വേവിക്കണം. അത് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ വേഗത്തിൽ അരഞ്ഞു കിട്ടും. ഇതിൻ്റെ കൂടെ ഞാൻ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ബീറ്റ്റൂട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിൽ ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ കുറച്ച് കളറ് മാത്രമല്ല, ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരയ്ക്കണം. അതിന് മുന്നേ നമ്മൾക്ക് ആകെ വേണ്ടത് 1 ലിറ്റർ പാലാണ്. അപ്പം ആ പാലിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മധുരത്തിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ട് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കോൺഫ്ലവർ ഉപയോഗിച്ചതുകൊണ്ട് കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഫോക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾക്കിത് അടുപ്പിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. അതുകൂടാതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരണം. ഒരു 12-13 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ ഒന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ബോക്സിലേക്ക് മാറ്റും. അതിനുശേഷം ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് രണ്ടാമതും നമ്മൾക്ക് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്കിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ രീതിയിലാണുള്ളത്. ഇതൊരു മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് അതേ ബോക്സിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം ഉള്ളിലേക്ക് എയർ കടന്നുണ്ടെങ്കിൽ ഐസ് ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഐസ് പോലെ കഴിക്കാൻ പറ്റുള്ളൂ, ഐസ്ക്രീം പോലെ കഴിക്കാൻ പറ്റില്ല. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് 8 മണിക്കൂർ നമ്മൾക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെക്കേണ്ടത്. മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഐസ്ക്രീമൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐസ്ക്രീമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. ഞാനിവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം അത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.